ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ക്ലേ ഡേറ്റ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഐറ്റമാണ് ഈ ക്ലേ ഡേറ്റ് എന്നുള്ളത്. അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യുന്നു, ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യുന്നു, അങ്ങനെ കുറേ ഡേറ്റ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആരും ചെയ്യാനില്ലെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാനും നിങ്ങളുടെ ഫ്രണ്ടല്ലേ. അപ്പം നമുക്കൊരു ക്ലേ ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ക്ലേ ഉണ്ടെങ്കിൽ എടുത്തോളുക. എന്നിട്ട് ഞാനിവിടെ ഇൻസ്പോ കാണിക്കാം, അതനുസരിച്ച് നിങ്ങളും ഞാനും ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അഥവാ നിങ്ങളുടെ ഈ ക്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഈ വീഡിയോ എൻജോയ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത്, ക്ലേ വെച്ചിട്ട് ചെറിയ ചെറിയ സ്കൾപ്ചേഴ്സൊക്കെ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഭാവിയിൽ ക്ലേ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സിമ്പിളാണ്, എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സൂപ്പർ ക്ലേ ആണ് നമ്മളിവിടെ എടുത്തേക്കുന്നുള്ളത്. ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈപ്പ് ക്ലേ ആണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും അധികം വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഇതിനകത്ത് 12 കളേഴ്സാണ് വരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ 3 ടൂൾസും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇത് ഞാൻ വാങ്ങിയത് ഷോപ്സിൽ നിന്നാണ്. 2 സെറ്റായിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയത്. ഇത്രയും കളേഴ്സ് തന്നെ ഒന്നും കൂടെ ഉള്ളത്. ഇതിന് 70 രൂപയുടെയാണ് ഞാൻ വാങ്ങിയേക്കുന്നത്. അതായത് രണ്ടോട് ചേർത്ത് ഒരു 140 രൂപയോളം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് ഉള്ളതുകൊണ്ട് 5 എണ്ണം ഒരുമിച്ച് വാങ്ങാൻ പറ്റും, 2 എണ്ണം 3 എണ്ണം അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പോസ് യൂസ് ചെയ്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ ഇതുപോലെ ക്ലേ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഐറ്റംസ്. ഇന്ന് നമുക്കത് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പൊട്ടിച്ച ഒരു പാക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്പോ ഏതാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഐറ്റത്തിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ചെയ്യാൻ പോകുന്നത്. ഈ സംഭവം നല്ല ക്യൂട്ടാണ്. എല്ലാ ഡേറ്റിനും ഈ ഒരെണ്ണം ആയിരിക്കും ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്, കാരണം സിമ്പിളാണ്. അപ്പോൾ ക്ലേ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആദ്യം ഏതൊക്കെ കളേഴ്സാണെന്ന് നോക്കാം അതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് പിങ്ക് കളർ നമ്മൾ ഷെയ്ഡ് വേണം. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ക്ലേ എടുക്കാം. അപ്പോൾ നമുക്ക് ഏത് പിക്ചർ കിട്ടുമ്പോഴും അതിനകത്ത് 2 പാർട്ടായിട്ട് നോക്കാം, അപ്പർ പാർട്ടും ലോവർ പാർട്ടും. അപ്പർ പാർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു വലിയ ബോളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് നല്ല റൗണ്ട് ആയിട്ടിരിക്കുന്ന ഒരു ബോൾ പോലെ. അപ്പോൾ നമുക്കത് ആദ്യമേ അതങ്ങ് ക്രിയേറ്റ് ചെയ്യാം. അത്യാവശ്യം വലിപ്പമുള്ള ബോളാണത്. അപ്പം ഞാൻ ഇത്ര ഏകദേശം ക്ലേ എടുത്ത് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ നമ്മൾ നല്ല അടിപൊളി സർക്കിളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴത്തെ പോർഷൻ നോക്കാം. താഴെ ചെറിയ 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 ബോൾസാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലേ എടുക്കാം, എന്നിട്ടത് ചെറിയ ചെറിയ ബോൾസാക്കാം. ഞാൻ ഇതെല്ലാം നല്ല രീതിക്കൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു നല്ല റൗണ്ടിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ ഒന്ന് റൗണ്ട് രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് കറക്റ്റ് ഷേപ്പ് കറക്റ്റ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടില്ലേ, സംഭവം ഇത് പൂ പോലെയൊക്കെ തോന്നുന്നെങ്കിലും ഇത് പൂവൊന്നുമല്ല. നമുക്കത് സെറ്റ് ചെയ്യാം. താഴെയുള്ള ഈ ഒരു റൗണ്ട് കുറച്ചും കൂടെ വലിപ്പമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നതിനെ കാണാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഏതായാലും ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം. ഇനി ഇതിൻ്റെ കണ്ണിൻ്റെ ഭാഗം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബ്ലാക്ക് കളർ എടുക്കാം. നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഒരു പൊട്ടിൻ്റെ രീതിയിൽ. ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു ക്ലേ തന്നെ എടുക്കണമെന്നില്ല ഈ കണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നമുക്ക് ചെറിയ ബ്ലാക്ക് കളറുള്ള പൊട്ടെടുത്താലും മതി.
ഇനി നമുക്ക് അതുപോലെ ഇപ്പുറത്തും കൂടെ. ഇനി നമുക്ക് ചെറിയ വെള്ള കളറാണ് വേണ്ടുന്നത്. എൻ്റെ ഈ ഒരു ക്ലേ ആണെങ്കിൽ ഞാൻ മുമ്പേ കാണിച്ചതാണ്, നല്ല കട്ടിയായിപ്പോയി. മെയിനായിട്ടുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കറിയത്തില്ല, ചിലതൊക്കെ കട്ടിയായിട്ടായിരിക്കും വരുന്നത്. ഈ ഒരു വൈറ്റ് കളർ മാത്രമേ ഈ ഒരു പ്രശ്നം വന്നുള്ളൂ. ഇത് ശരിക്കും ഒരു പ്രശ്നമാണ്, ഇങ്ങനെ കട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് വെള്ളയൊക്കെയാണ് ഏറ്റവും കൂടുതലൊക്കെ നമ്മളിതുപോലെ ആർട്ട് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യുന്നത്. അതേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ 2 കണ്ണിലും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചെള്ളയിൽ 2 കുഞ്ഞ് റോസ് കൂടെ വേണം. അവിടെ ഇച്ചിരിയും കൂടെ നമുക്ക് ഡാർക്കായിട്ടുള്ള ഈ ഒരു പിങ്ക് കളർ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പിങ്ക് കളർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഇൻസ്പയർ ആയിട്ട് നമ്മൾ ചെയ്ത നമ്മുടെ കുഞ്ഞ് ക്ലേ സ്കൾപ്ചർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല ക്യൂട്ട് ആൻഡ് അടിപൊളി ഐറ്റമാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ ഐറ്റംസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഡസ്റ്റൊക്കെ ആയിട്ടൊക്കെ വെക്കാം. ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലും ഈ ഐറ്റം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാം, എങ്ങനെയുണ്ട് നമ്മൾ എടുത്ത ആ ഒരു ഇൻസ്പോ ആയിട്ട് ഇത് ചേരുന്നുണ്ടോ, കറക്റ്റ് അതുപോലെ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐറ്റമാണ്. അത് നല്ല ക്യൂട്ടായിട്ട് ഉള്ളൊരു തേനീച്ചയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ യെല്ലോ കളറാണ് എടുക്കുന്നത്. അത് അത്യാവശ്യം നമ്മൾ ഇതുപോലെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും മതി. നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ആ ഒരു ബീക്ക് ശരിക്കും ഈ ഒരു കറക്റ്റ് റൗണ്ട് അല്ല, എന്നാൽ ഒരു റൗണ്ട് ആണ് താനും. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ബ്ലാക്ക് കളറാണ്. അതിൻ്റെ ദേഹത്ത് ബ്ലാക്ക് കളർ വര പോലെയാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു രീതിയിലാണ് വേണ്ടുന്നത്. അപ്പം നമുക്ക് നീളത്തിലുള്ളതാണ്. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് റൗണ്ട് മൊത്തത്തിൽ വന്നില്ല, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് കാണാൻ പറ്റുന്ന പാർട്ടിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് 2 ലൈൻ അതിലുണ്ട്, ഒരു അടുത്ത ലൈനും കൂടെ ചെയ്യാം. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലൈൻ. ഇനി നമുക്കതിൻ്റെ വാൽ പോർഷൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതിൻ്റെ വാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ കണ്ണിനൊക്കെ എടുക്കുമ്പോൾ ചെറിയ ഇത്തിരിയും ക്ലേ മതി. അതൊന്ന് ഇതാക്കുമ്പോൾ ഇതുപോലെ നമുക്ക് പൊട്ട് പോലെ കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ കണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കുഞ്ഞു വാ. ആദ്യത്തിനെക്കാട്ടിലും ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു.
കൊള്ളാമല്ലേ? ഇതിപ്പോൾ കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിറകാണ്. ചിറകിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ചിറകൊരു പ്രശ്നം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ വൈറ്റ് നല്ലതുപോലെ ഫുള്ളോടെ പന്നലായി പോകും. ഇനി മറ്റേ പാക്കിലെ വൈറ്റും ഇങ്ങനെ തന്നെ ആയോ എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ. അങ്ങനെ ഇതുപോലെ നമ്മൾ 2 വൈറ്റ് പോർഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇത് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. എനിക്ക് ബാക്കിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് പോർഷൻ വെച്ച് കവർ ചെയ്യാം. പക്ഷെ ഇത്രയും ഭാഗമല്ലേ കാണുന്നുള്ളൂ. നമ്മളിങ്ങനെ താഴെ വെക്കുമ്പോൾ ഇത്രയും ഭാഗമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. കണ്ടില്ലേ? നല്ലപോലെ ചിരിച്ചിരിക്കുന്ന കുഞ്ഞു ബി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. കണ്ടില്ലേ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്പോയും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പറയുക. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ചെയ്യാം. മൂന്നാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐറ്റം ആണ്. ഈ ഒരു ഡോണറ്റ് ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കളറാണ് എടുക്കുന്നത്. ഡോണറ്റിനാകുമ്പം അത്യാവശ്യം ഇച്ചിരി നല്ല വലിപ്പം വേണം. അതുകൊണ്ട് ഞാൻ മാക്സിമം കുറേ കിട്ടുന്ന എടുക്കുകയാണ്. ഇതെല്ലാം ഇച്ചിരി ഉണങ്ങി പിടിച്ചിരിക്കുന്ന കണക്കാണ് ഇരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് റൗണ്ട് ആക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് നമുക്ക് നടുക്ക് ഹോള് വേണം. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു റൗണ്ട് സംഭവം എടുത്തിട്ട് ഇതുപോലൊന്ന് നമ്മുടെ ഹോള് കറക്റ്റ് നടുക്കല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുക്കത്തെ ആ ഒരു സംഭവമാണ് വേണ്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാൻ ഇതുപോലെ നമ്മുടെ പിങ്ക് കളറാണ് എടുക്കുന്നത്. ഇതുപോലെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കുക. ഇതുപോലെ നല്ലതുപോലെ നമുക്കിത് പരത്തി കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലോട്ടാക്കാം. എനിക്കതൊരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് വേണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് മതി എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ ആക്കി കൊടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ഒരു അങ്ങനെ നമ്മളതൊരു ഈ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യാം. അത് എല്ലാ കളേഴ്സിൽ നിന്നും ഇച്ചിരി ഇച്ചിരി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് എടുക്കുന്നു. ഇതുപോലെ ഒന്ന് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് കളേഴ്സാണോ ഇഷ്ടം ആ കളേഴ്സൊക്കെ ആഡ് ചെയ്താൽ കൊടുക്കാം.
അങ്ങനെ നമ്മുടെ കൊച്ചു ഡോണറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എനിക്കറിയാം ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയാണ്. നിങ്ങൾ സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാവുന്നേ. നാലാമത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു പാവക്കുട്ടിയാണ്. അത് സെറ്റാവുമോ നമുക്ക് നോക്കാം. ബ്രൗൺ കളറിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ തല പോർഷൻ സെറ്റാക്കാം. ഇതുപോലെ നമ്മൾ അതിൻ്റെ തല പോർഷൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുന്ന അത്രയും പാടൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചിലർക്കെങ്കിലും ടഫാണിത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത്ര ടഫൊന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. ഇതുപോലെ കാല് സെപ്പറേറ്റ്, കൈ സെപ്പറേറ്റ് അങ്ങനെ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ ഇനി നമുക്കിതിൻ്റെ മുഖം സെറ്റ് ചെയ്യാം. നമുക്ക് വൈറ്റ് പോർഷൻ വേണം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലാക്ക് ആണ് വേണ്ടുന്നത്. പിന്നെ നമുക്കിതിന് കണ്ണ് വേണം. ഇപ്പോഴും എന്തോ ഒരു മിസ്സിങ് ഇതിനകത്തുണ്ട്, നമ്മൾ ചെവി വെച്ചിട്ടില്ല. ചെവി കണ്ടിട്ട് ഏകദേശം തൊപ്പി വെച്ച പോലെ ഉണ്ട്. ഇപ്പുറത്തെ ചെവിയുടെ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ അതൊക്കെ മാറിക്കിട്ടും. അങ്ങനെ നമ്മുടെ ടെഡി ബെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ റെഫറൻസ് എടുത്തതിൻ്റെ അത്രയും പെർഫെക്റ്റ് ഒന്നും ആയിട്ട് വന്നിട്ടില്ല. കളറും ഇത് കുറച്ച് ലൈറ്റ് കളറാണ്, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് നോക്കിയല്ലോ, അത് മതി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചെയ്യാം. അഞ്ചാമത്തതിന് നമുക്ക് ചെയ്യാം ഇങ്ങനെ ഒരു താറാവിനെയാണ് നമ്മൾ ചെയ്യാനിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ മഞ്ഞ കളറുള്ള ക്ലേ എടുത്തിട്ടുണ്ട്. എനിക്ക് താറാവിനെ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊച്ചിലെ ഏറ്റവും കൂടുതൽ വരയ്ക്കുന്നത് താറാവിനെയായിരുന്നു. പിന്നെ നമ്മളുടെയൊക്കെ കാർട്ടൂണിലും ആർട്ടും ക്രാഫ്റ്റും എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ മഞ്ഞ താറാവാണുള്ളത്. ആക്ച്വലി മഞ്ഞ താറാവൊക്കെ ഉണ്ട്, വെള്ളയും കറുപ്പും ആ ഒരു ടൈപ്പൊക്കെയാണ്, മഞ്ഞയൊക്കെ താറാവുണ്ട്. ബട്ട് എനിവേ നമുക്ക് താറാവിനെ ചെയ്തെടുക്കാം. ഇതിനെ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. ഒരു തലയും ഒരു ചെറിയ കുഞ്ഞ് ചുണ്ടും ഇത് ഏകദേശം ഒരു കിളിയുടെ കണക്കാവുന്നില്ലേ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെയാണ് ചെയ്ത് നോക്കുമ്പോഴാണ് റെഫറൻസ് പിക്കും നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. ഇതെല്ലാം ഒരു ഫണ്ണായിട്ട് അങ്ങ് എടുക്കുക, എന്നിട്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.
ഇനി നമുക്ക് കണ്ണും ചുണ്ടും കൂടെ മാത്രം വെച്ച് കൊടുത്താൽ മതി. കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കളർ എടുക്കാം. ഇതുപോലെ നമുക്ക് സെറ്റാവും. ഇനി ഇതിനകത്ത് ഒരു കാര്യവും കൂടെ ഉണ്ട്. ഇതിൻ്റെ കണ്ണിൻ്റെ നടുക്ക് വൈറ്റ് കളർ വരുന്നുണ്ട്. വളരെ ചെറിയ വൈറ്റ് കളറാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു ഇതിങ്ങനെ. ഈ ക്ലേ ചെയ്യാൻ എപ്പോഴും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല ഫണ്ണാണ്. നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും വേണ്ട, റെഫറൻസ് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റിലൊക്കെ കിട്ടും. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ കുഞ്ഞി താറാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ താറാവിനെ. പിന്നെ നിങ്ങൾക്ക് കയ്യിലൊക്കെ ഇതിൻ്റെ ചിറകിലൊക്കെ കുറച്ച് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ചിറകായിട്ട് തോന്നിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ടൂൾസ് യൂസ് ചെയ്യാം. ഈ ടൂൾസ് കൂടെ ചേർത്താണ് നിങ്ങൾക്കിത് വരുന്നത്. കണ്ടില്ലേ, അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ താറാവ് അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ആറാമതായിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്, അതായത് തവളക്കുളം ചെയ്യണമെങ്കിൽ കുറേ ടൈം എടുക്കും. നമ്മൾ ഈ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തുമായാലും ട്രൈ ചെയ്ത് നോക്കണം, പെട്ടെന്ന് തന്നെ നമ്മൾ തോൽവി സമ്മതിക്കത്തില്ല. അപ്പം നമുക്കിത് റെഡി ആവോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. നമുക്ക് ചെറുത് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന വലിയതാണ്, ഇത് തികയോ എന്തോ അറിയില്ല, ബട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുന്നതാണല്ലോ എല്ലാം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആദ്യമേ നമുക്ക് ചെയ്തെടുക്കണം. ഇത് റൗണ്ടായിട്ട് ഞാൻ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണ്, കാരണം ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പായി. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇതുപോലെ ഒന്നാക്കിയെടുക്കാം. ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മളുടെ നീല കളറാണ്. ഇതുപോലെ ഒന്ന് വെക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ബ്ലാക്ക് കളറാണ്. ഇതുപോലെ കല്ലാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ലൈറ്റ് കളേഴ്സ് ഇല്ല, പിന്നെ അതിന് വൈറ്റ് മിക്സ് ചെയ്താൽ ഓക്കെയാണ്. പക്ഷെ വൈറ്റ് നല്ല കട്ടിയായിരിക്കുന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് പച്ച ഇതുപോലെ എടുക്കാം. ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം
നല്ലപോലെ അതിങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ ലീഫ് ചെയ്തെടുക്കണം. എൻ്റെ ഇല പക്ഷെ അതിനകത്ത് നിൽക്കുന്നില്ല. അവരുടെ ഇല എങ്ങനെ അതിനകത്ത് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനൊരു കാര്യം വിചാരിച്ചു, നമുക്കിതുപോലെ ഇല ജസ്റ്റ് അതിങ്ങനെ വെച്ച് കൊടുക്കാം, എന്നാലും ഭംഗിയാണല്ലോ. അതുകൊണ്ട് ഇല നമുക്ക് മുകളിലോട്ടുള്ള ഇലയൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു കമ്പി എന്തെങ്കിലും വെച്ചിട്ടായിരിക്കണം അവരത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. നമുക്ക് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടേത് മിക്കവാറും താമരക്കുളത്തിൽ നിൽക്കേണ്ടി വരും. അതിനകത്ത് അവർ തവളയൊക്കെ വെച്ചിട്ടുണ്ട്. തവളയൊന്നും വെക്കാനുള്ള ആ ഒരു സ്പേസ് നമുക്കില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. നമ്മളിങ്ങനെ അബദ്ധങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം എന്നാണല്ലോ. ആക്ച്വലി ഈ 5 എണ്ണം ചെയ്തപ്പോഴത്തേന് എൻ്റെ ഉള്ള എനർജി എല്ലാം പോയി. നമ്മളിതാണ് പറയുന്നത്, ഏറ്റവും ടഫുള്ളത് നമ്മൾ ആദ്യമേ പഠിക്കണം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എനിക്ക് എനർജി ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ഉള്ള എനർജി പോയിട്ടുണ്ട്. എനിവേ നമ്മളിത് അതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു 2-3 ഇലയും കൂടെ വെച്ചേക്കാം. താമര സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഇതളുകളാണ് വേണ്ടുന്നത്. അപ്പം ഏറ്റവും ചെറുത് അങ്ങനെ ഒരു രീതിയിൽ ഇതുപോലെ നാക്കി വെക്കുക. നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തുകൊണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും നമുക്കിത് ഇതിനകത്തോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അല്ലേ അവിടെ വെക്കണം, ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒന്നും കൂടെ ചെയ്ത് വെക്കാം. ഇതെല്ലാം ഒറ്റ നിപ്പിൽ ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇങ്ങനെ വയ്യാതാവുന്നത്. നിങ്ങളെവിടെയെങ്കിലും ഇരുന്ന് ഓരോന്നൊക്കെ പയ്യെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ ഒരെണ്ണോടെ സെറ്റ് ചെയ്ത് നമുക്കിത് ഇതുപോലെ വെക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഇത്. അങ്ങനെ നമ്മുടെ ചെറിയ താമരക്കുളം ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ചും കൂടെ ഭംഗിയാക്കാമായിരുന്നു, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാമായിരുന്നു. പക്ഷേ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എനിവേ നമ്മളുടെ ഇതൊരു ഫ്ലോപ്പ് ആയിപ്പോയി ഈ ലാസ്റ്റിലെത്തത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം എന്തുവാണെങ്കിലും കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കുക. ക്ലേ വാങ്ങുക. ലൈക്ക് ഒരു 50 രൂപയുടെ ക്ലേ വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും, ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കഴിവിനെ വളർത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി കൊള്ളത്തില്ലെന്ന് വിചാരിച്ച് വീണ്ടും ചെയ്യാതിരിക്കരുത്. വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ടെഡി ബിയറിനെ ആണോ ഇഷ്ടപ്പെട്ടത്, അതോ നമ്മുടെ ഈ ഒരു ക്യൂട്ട് ഐറ്റം ആണോ ഇഷ്ടപ്പെട്ടത്, അതോ നമ്മുടെ ബീനെ ആണോ ഇഷ്ടപ്പെട്ടത്? ഇതുപോലെ ചിരിക്കുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ബീ ആയിട്ടില്ലേ, അതോ നിങ്ങൾക്ക് ഡോണറ്റാണോ ഇഷ്ടപ്പെട്ടത്, അതോ ഈ കുഞ്ഞ് താറാവിനെ ആണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആക്ച്വലി ഇതാണ് കേട്ടോ ഡോണറ്റ്, മറ്റേതാണ് നമ്മുടെ കുഞ്ഞു താറാവ്. അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ക്ലേ ഡേറ്റിന് വന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിതെല്ലാം റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്താൽ മതി. അപ്പം ഞാനത് സ്റ്റോറി ആക്കിക്കോളാം. ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ല ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം നിങ്ങൾ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്തേക്കാം. സോ ഇന്ന് അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.